ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട്. ഇന്നും എത്തിയിട്ടുള്ളത് കുറച്ച് മീഷോ പ്രൊഡക്ട്സ് ആയിട്ടാണ്. ഇന്നത്തെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് ഈ ഒരു കട്ട്ലറി ഹോൾഡറാണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പൂണ്, അതുപോലെയുള്ള ചെറിയ ചെറിയ സ്പാച്ചുലാസ്, നൈഫ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ഇതിൽ നമുക്ക് കിച്ചൺ ടവലും വെക്കാനുള്ളൊരു പ്ലേസ് ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ എടുത്ത ഈ ഒരു ബോക്സ് പോലത്തെ സംഭവം ഉണ്ടല്ലോ, ഇതിൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ സ്പൂണ്, അതുപോലെ അത്യാവശ്യം വലിയ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള ചട്ടകങ്ങൾ, കാര്യങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെക്കാൻ പാകത്തിനുള്ള ഒരു ബോക്സാണ് കേട്ടോ അത്. പിന്നെ അതാ ഈ ഒരു ചെറിയ ഹുക്ക് പോലുള്ള സംഭവങ്ങൾ, അതിൽ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ടൈപ്പിലുള്ള സ്പാച്ചുലാസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്തു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹുക്സാണ് കേട്ടോ അത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നൈഫ്സ് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വലിയ വലിയ സ്പാച്ചുലാസ്, പിന്നെ ഈ ഒരു ഭാഗത്ത് സ്പൂണ്, അങ്ങനെ ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഒരേ ടൈമിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹോൾഡറാണ് കേട്ടോ. മെറ്റലാണ് മെറ്റീരിയൽ വന്നിട്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്നൊരു സ്റ്റാൻഡാണ്. നമുക്കിത് കിച്ചണിൽ ഡ്രില്ല് ചെയ്തിട്ടും വെക്കാം, അതല്ലാണ്ടെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഡ്രില്ല് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇതാ ഒരു ഗമ്മും കൊടുത്തിട്ടുണ്ട്, അത് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഗമ്മ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് വാളിൽ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാനും കഴിയും. ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് ഗമ്മ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം ഡ്രില്ല് ചെയ്യാതെ യൂസ് ചെയ്യാം. പിന്നെ അതാ ഇത് ഹുക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റീലിലാണ് ഈ ഒരു ഹുക്ക് വരുന്നത്. അപ്പം ആ ഹുക്ക് ഡ്രില്ല് ചെയ്യാനുള്ള സംഭവങ്ങളാണ് നേരത്തെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലിങ്ങനെ ഹുക്ക് ചെയ്ത് വെച്ചാൽ സിമ്പിളായി നമുക്ക് വാളിൽ ഇത് ഫിക്സ് ചെയ്ത് വെക്കാനും ഈസിയാണ്. അപ്പോൾ എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, കാണാനും നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ട് കേട്ടോ കാണാനും. അപ്പം ഇതിന്റെ പ്രൈസ് 300 രൂപയാണ് കേട്ടോ. ആ പ്രൈസിനൊക്കെ വേർത്തായുള്ള പ്രൊഡക്റ്റാണ്, കാരണം നല്ല മെറ്റീരിയലാണ്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇതെന്താന്ന് വെച്ചാൽ നമുക്ക് മാവൊക്കെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബാഗാണ് കേട്ടോ. ചൂടോട് കൂടി മാവ് കുഴച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൈവച്ച് കുഴക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ല. അപ്പം ആ ഒരു ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബാഗാണ്. സിലിക്കണാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നിട്ട്. ഇതെങ്ങനെ ഉപയോഗിക്കാന്ന് വെച്ചാൽ നമുക്കിതാ ചൂടോട് കൂടി മാവ് ഈ ഒരു ബാഗിന്റെ ഉള്ളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഉൾഭാഗത്തേക്ക് ഇട്ട് അത്യാവശ്യം നന്നായിട്ട് എമൗണ്ട് ഇതിൽ കൊള്ളുകയും ചെയ്തിട്ട്, നല്ല വലിയ ബാഗ് തന്നെയാണ്. എന്നിട്ട് മാവ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു സംഭവം വെച്ചിട്ട് ഇത് ജസ്റ്റ് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ മാവ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് അങ്ങ് കുഴച്ചെടുത്താൽ മതി. നല്ല സ്മൂത്തായിട്ട് തന്നെ ഡോ വരും കേട്ടോ. അപ്പം ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ മാവ് കുഴയ്ക്കുമ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നല്ലൊരു അടിപൊളി പ്രൊഡക്റ്റാണ്, ഭയങ്കര യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. കാരണം ചൂടോട് കൂടിയിട്ട് മാവ് കുഴയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ സിലിക്കണിലാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട്. അപ്പോൾ ചൂടുള്ള സംഭവങ്ങളൊക്കെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. സിലിക്കൺ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിലിക്കൺ ഉണ്ട്. നമുക്ക് സാധാരണ സിലിക്കൺ പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ഹാർഡായിട്ടല്ലേ വരും. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ പ്രൈസ് 173 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിനൊക്കെ വേർത്തായുള്ള പ്രൊഡക്റ്റ് ആണ്, കാരണം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. മാവ് നമുക്ക് പൊതുവെ കൈവച്ചിട്ട് കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. ചൂട് തണഞ്ഞാൽ മാവ് അതിൻ്റെതായ രീതിയിൽ കുഴഞ്ഞ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ ഒരു പണി നമുക്ക് കുറച്ചൊന്ന് ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിച്ചോളുണ്ട്. അടുത്ത പ്രൊഡക്റ്റ് ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഒരു നോൺ സ്റ്റിക്കിന്റെ പാനാണ്. ഇതുപോലെ വൈറ്റ് കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു അടിപൊളി പാൻ ഇട്ട്. ഞാൻ ഇത്രയും ക്വാളിറ്റി സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേങ്കിൽ കൈ കിട്ടിയപ്പോൾ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഒരു നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ. താഴ്ഭാഗം ഇതുപോലെ ഇൻഡക്ഷൻ ബേസ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അതുപോലെ ഇതിന്റെ ഹാൻഡിലൊക്കെ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഹാൻഡിലും കാര്യങ്ങളും, അതുപോലെ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നല്ല നോൺ സ്റ്റിക്കിലാണ്ട് വരുന്ന നല്ല വെയിറ്റ് ഉണ്ട്. എന്തായാലും അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതിന്റെ വലിപ്പം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 22 സെന്റിമീറ്റർ ആയിരിക്കും ഉണ്ടാവുക, 24 ഉണ്ടാവില്ല. സാധാരണ ബേസ് 24 ഉണ്ടാവുക, ഇത് 22 ആവാനാണ് സാധ്യത കേട്ടോ.
പിന്നെ ഞാൻ ഏകദേശം കാണിച്ചെടുത്താൽ നമ്മളൊരു കൈ വെച്ചാൽ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ഉള്ളത്. എന്തായാലും നല്ല തിക്കായിട്ടുള്ള നോൺ സ്റ്റിക്കിൽ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന ഒരു പാനാണ്. അപ്പം ഇതിൻ്റെ പ്രൈസ് 576 രൂപയാണ് കേട്ടോ. അപ്പം ഈ ടൈപ്പ് വൈറ്റ് കളറിൽ വരുന്ന ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിന് നല്ല റേറ്റ് ആവാറുണ്ട് പൊതുവേ. പക്ഷേങ്കിൽ 576 രൂപക്കൊക്കെയാണ് നമുക്കിത് മീഷോന്ന് കിട്ടിയത്. അപ്പം ആ ഒരു പ്രൈസിനൊക്കെ എക്സ്ട്രാ വർത്തായ പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ പ്രൈസ് കൂടുന്നതിന് മുന്നേ പെട്ടെന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 3 ബോക്സസ് ആണ്, കണ്ടെയ്നേഴ്സ് ആണ്, ഗ്ലാസിൻ്റെ കണ്ടെയ്നറാണ്. ഫ്രിഡ്ജിൽ മാത്രമല്ല നമുക്കത് ഓവനിലും അതുപോലെ ഫ്രീസറിലും അതുപോലെ ഡിഷ് വാഷ് സേഫറൊക്കെ ആണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന 3 കണ്ടെയ്നേഴ്സാണ്. 3ഉം സെയിം സൈസിലാണ് വരുന്നത്. പിന്നെ അതാ ലിഡൊക്കെ അതാ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡാണ്. ഇതുപോലെ വാഷറൊക്കെ കൊടുത്തിട്ട് നല്ല തിക്കായിട്ടുള്ള പ്ലാസ്റ്റിക്കിൽ വരുന്ന കേട്ടോ, നല്ല ഹെവി പ്ലാസ്റ്റിക്കിൽ വരുന്ന മീൻസ് പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് ഗ്ലാസ് കണ്ടെയ്നേഴ്സിന് വരുന്ന ലിഡ് വരുന്ന ഒരു ടൈപ്പ് പ്ലാസ്റ്റിക് ഇല്ലേ, പ്ലാസ്റ്റിക്കും അല്ല എന്നാൽ സിലിക്കണും അല്ലാത്ത രീതിയിൽ വരുന്ന ഒരു ടൈപ്പ് ലിഡ് കേട്ടോ. പിന്നെ അതാ ഈ ഒരു കണ്ടെയ്നറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം തിക്കായിട്ടുള്ളൊരു ഗ്ലാസ്സിലാണ് വരുന്നത് എന്നുള്ളത്. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഒരുപാട് വലുപ്പമില്ലാത്ത ഒരു മീഡിയം സൈസിൽ വരുന്ന ചെറിയ 3 കണ്ടെയ്നേഴ്സ് കേട്ടോ. സെയിം സൈസിൽ വരുന്ന 3 കണ്ടെയ്നേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 331 രൂപയായിരുന്നു കേട്ടോ. 331 രൂപക്ക് വർത്തായുള്ള പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ്, നല്ല വെയിറ്റുള്ള ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. എല്ലാ പ്രൊഡക്റ്റിൻ്റെതും ചെക്ക് ചെയ്ത് നോക്കിക്കോളണം കേട്ടോ. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, കാരണം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ട് കാണാറുണ്ട്. ഇനിയിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാൽ നിങ്ങൾ വിഷമിക്കേണ്ട, പെട്ടെന്ന് തന്നെ റീസ്റ്റോക്ക് ആവാറുണ്ട് കേട്ടോ. അപ്പം ആവശ്യമുള്ളവർ വാങ്ങിച്ചോളൂ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേ. അടുത്ത പ്രൊഡക്റ്റ് സെറാമിക്കിൻ്റെ ഒരു ബൗളാണ് കേട്ടോ. ലിഡോട് കൂടി വരുന്ന ഒരു ബൗളാണ്. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന ഒരു ബൗളാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മൾ പൊതുവേ കാണാത്ത ഒരു ടൈപ്പ് ഡിസൈനിലും ഷേപ്പിലൊക്കെ വരുന്നൊരു കണ്ടെയ്നറാണ്. പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല വെയിറ്റുള്ള സെറാമിക്കിലാണ് കേട്ടോ വരുന്നത്. നല്ല വെയിറ്റ് ഉണ്ട് ഇത്. നമുക്ക് ഒറ്റ കൈ കൊണ്ട് തന്നെ എടുക്കുമ്പോൾ ആ ഒരു വെയിറ്റ് നന്നായിട്ട് അറിയാൻ കഴിയും കേട്ടോ. പിന്നെ ഇതാ നല്ല ഫിനിഷിങ്ങും കാര്യം നല്ല ക്വാളിറ്റിയും ഒക്കെ ഉണ്ട്. അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. നമുക്ക് കറികളൊക്കെ സെർവ് ചെയ്യാനും ഫുഡൊക്കെ സ്റ്റോർ ചെയ്യാനും അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. സെർവ് ചെയ്യാനാണ് കേട്ടോ ഒന്നുകൂടെ നല്ലത് നമുക്കിത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു ലിഡും വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ പുറമേയുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ. അത്യാവശ്യം വലുപ്പമുണ്ട്. പറ്റ ചെറിയ ബൗളല്ല. ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഭയങ്കര ചെറുതായിരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കൈ കിട്ടിയപ്പോൾ അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 348 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിന് വേർത്താണ്, കാരണം സെറാമിക് ആണ്. നിങ്ങൾക്ക് അറിയാം പുറമേ നമ്മൾ സെറാമിക്കിൻ്റെ ബൗൾ വാങ്ങുമ്പോൾ എത്രത്തോളം പ്രൈസ് ഉണ്ട് എന്നുള്ളത്. അപ്പം വേർത്തുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതൊരു ലൈറ്ററാണ് കേട്ടോ, ഒരു ഇലക്ട്രിക് ലൈറ്ററാണ്. ഇത് ചാർജ് ചെയ്യാനുള്ള ഒരു സംഭവം ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു ലൈറ്ററിൻ്റെ ഈ ഒരു ഭാഗം ഫ്ലെക്സിബിളും ആണ്. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിലും ഇത് ബെൻഡ് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ അതാ ഞാൻ പറഞ്ഞല്ലോ ചാർജ് ചെയ്യാനുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് അതിൻ്റെ ചാർജ് ചെയ്യുന്ന ഒരു സ്പേസ് ഉള്ളത്. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പ്ലഗ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അറിയാമല്ലോ നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ അങ്ങോട്ട് ചാർജ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫുള്ള് ചാർജ് ആയതിനു ശേഷം മാത്രം ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫുള്ള് ചാർജ് ആയതിനു ശേഷം മാത്രമാട്ടോ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടി കാണിച്ചു തരാം. ഈ ഒരു ഇവിടെ ഒരു ബട്ടൺ കണ്ടോ, ഇത് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ലൈറ്റ് വരും. എന്നിട്ട് ഇതാ ഇവിടെ ഒരു പവർ ബട്ടണും കൂടെ ഉണ്ട്. അത് പ്രസ് ചെയ്താൽ നമുക്ക് ഇതൊന്ന് എന്താ പറയുക ഫയർ വരും കേട്ടോ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെതാ ഫയർ വന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസൊക്കെ കത്തിക്കാനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. അതുപോലെ ഇതുപോലെ പേപ്പറുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റർ കേട്ടോ. ഒരു കൗതുകത്തിന്റെ പേരിൽ വാങ്ങിയതാണ് സംഭവം. സാധാരണ ലൈറ്റർ പോലെ തന്നെ ആണോ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അടിപൊളിയാണ് സംഭവം. ചാർജ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ
ഫുൾ ചാർജ് ആയതിനു ശേഷം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിന്റെ പ്രൈസ് 130 രൂപയാണ് കേട്ടോ. ഈ ഒരു സ്പൈസ് ബോക്സ് ആണ്. കാണാൻ നല്ല ഭംഗിയുള്ള, കിച്ചണിൽ നല്ല ഒരു അടിപൊളി ലുക്ക് കൊടുക്കുന്ന ടൈപ്പിലുള്ള ഒരു സ്പൈസ് ബോക്സ് ആണ്. ഇതിന്റെ പ്രത്യേകത നമുക്കിത് വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ അതാ ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പണിങ്ങും കാര്യങ്ങളും ഒക്കെ. 4 കമ്പാർട്ട്മെന്റ് ആയിട്ടാണ് വരുന്നത്. 4 കളറിൽ കൊടുക്കുന്ന 4 ബോക്സസ് ആണ് കേട്ടോ. അതിന് 4 സ്പൂണും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്ലാസ്റ്റിക്കിലാണ് ഈ ഒരു സ്പൈസ് ബോക്സ് വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണോ ചോദിച്ചാൽ ഹൈ ക്വാളിറ്റി അല്ല, അതുപോലെ ഒരുപാട് വലിപ്പവും ഇല്ല കേട്ടോ. നല്ല സ്പേസ് ഉള്ള സ്പൈസ് ബോക്സ് ഒന്നല്ല. അത്യാവശ്യം നമുക്ക് വേണ്ട കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പാകത്തിനുള്ള ഒരു സ്പൈസ് ബോക്സ് ആണ്. പിന്നെ അതാ നമുക്കിതിങ്ങനെ റിമൂവ് ചെയ്ത് എടുക്കാനും പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ ഈസിയാണ് കേട്ടോ. ഈ ഒരു ബോക്സ് ആണെങ്കിലും ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു കമ്പാർട്ട്മെന്റ് ആണെങ്കിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഈസിയാണ്. പിന്നെ നമുക്കിത് ഈസി ആയിട്ട് തന്നെ തിരിച്ച് അങ്ങോട്ട് വെച്ചും കൊടുക്കാം കേട്ടോ. അപ്പം യൂസ് ചെയ്യാൻ ഈസിയാണ്, ക്ലീൻ ചെയ്യാൻ ഈസിയാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം ഒരു ക്വാളിറ്റിയും വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കിച്ചൺ നല്ല ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ ഇഷ്ടമുള്ളവർക്ക് വാങ്ങാൻ പറ്റിയ ഒരു ഐറ്റാണ്. ഇതുപോലൊക്കെ ഒരെണ്ണം വാളിലൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ. പിന്നെ അതാ ഈ ഒരു ഭാഗത്താണ് ഇത് ഹുക്ക് ചെയ്ത് വെക്കുക വാളിൽ. അതിനുള്ള ഒരു സെൽഫ് അഡേസീവ് ആയിട്ടുള്ള ഒരു ഹുക്കും കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഡ്രില്ല് ചെയ്യാനും ചെയ്യാതെ തന്നെ നമുക്കിത് വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ പ്രൈസ് 306 രൂപയായിരുന്നു കേട്ടോ. മീഷോയിൽ ഞാൻ വാങ്ങിച്ച സമയത്ത്. ആ പ്രൈസിന് വർത്തായുള്ള പ്രൊഡക്റ്റ് ആണ്. നമുക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റ് ആണോ ചോദിച്ചാൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റ് കേട്ടോ. മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അത് അടുത്ത പ്രൊഡക്റ്റ് ഇതെന്താ മനസ്സിലായ, നമുക്ക് ഗ്യാസ് സിലിണ്ടറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സ്റ്റാൻഡാണ് കേട്ടോ. ഗ്യാസ് സിലിണ്ടർ മാത്രമല്ല, നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇതിൽ ഇൻഡോർ പ്ലാന്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കാൻ പറ്റിയൊരു സ്റ്റാൻഡാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാൻ കഴിയും കേട്ടോ. പിന്നെ നല്ല വെയിറ്റുള്ള സംഭവങ്ങളും വെക്കാം. ഗ്യാസ് സിലിണ്ടർ വെക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായില്ല, അത്യാവശ്യം നല്ല വെയിറ്റുള്ള സംഭവങ്ങളും നമുക്കിതിൽ വെക്കാൻ കഴിയുന്ന രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ താഴെ ഇതുപോലുള്ള വീല് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പൊ നമുക്ക് ഗ്യാസ് സിലിണ്ടറൊക്കെ വെച്ചിട്ട് നമുക്ക് എന്താ പറയാ, ഗ്യാസ് റീഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റാനൊക്കെ ഈസിയാണ്. ഇങ്ങനെയുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മാറ്റി വെക്കാനൊക്കെ ഈസിയാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് 145 രൂപയായിരുന്നു കേട്ടോ. ആ ഒരു പ്രൈസിനൊക്കെ എക്സ്ട്രാ വർത്തുള്ള പ്രൊഡക്റ്റ് ആണ്. ഭയങ്കര യൂസ്ഫുൾ ആയുള്ള പ്രൊഡക്റ്റും കൂടിയാണല്ലോ. അപ്പോൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇത് ടീ ഷുഗർ കോഫിന്റെ 3 കണ്ടെയ്നേഴ്സ് ആണ്. നമുക്ക് നമ്മുടെ വീഡിയോന്റെ അടിയിൽ വരുന്ന കമന്റിൽ ഒന്നാണ് ഈ ടീ ഷുഗർ കോഫി ബോട്ടിൽസ് അഫോർഡബിൾ ആയുള്ള പ്രൈസിന് വാങ്ങിക്കാൻ കഴിയുന്ന ഒന്ന് പരിചയപ്പെടുത്തുമെന്ന് ചോദിച്ചിട്ടോ. അപ്പൊ അതിനുള്ളൊരു പരിഹാരമാണിത്. അപ്പൊ ഇത് സെറാമിക് അല്ല, ആദ്യം തന്നെ പറയാം, നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന പ്ലാസ്റ്റിക് ആണ് കേട്ടോ. സാധാരണ പ്ലാസ്റ്റിക്കിലല്ല, ഞാൻ വെറുതെ പറയില്ല, നല്ല ഹൈ ക്വാളിറ്റി തന്നെ വരുന്ന പ്ലാസ്റ്റിക് ആണ്. പിന്നെ അതാ ഇതിന്റെ മേലെ ടീ കോഫി ഷുഗർ എന്നുള്ള ഈ സംഭവം ഇങ്ങനെ സ്റ്റിക്കർ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആ സ്റ്റിക്കർ നമുക്ക് ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പിന്നെ അതാ ഈ ഒരു ബോട്ടിലെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡ് കേട്ടോ. ഒരു എന്താ പറയാ, വാഷറൊക്കെ കൊടുത്തിട്ട് നല്ല ക്വാളിറ്റിയിൽ വരുന്ന നല്ല വെയിറ്റുള്ള പ്ലാസ്റ്റിക് കിട്ടോ. പെട്ടെന്ന് പൊട്ടിപ്പോന്നും ചെയ്യാത്ത രീതിയിൽ വരുന്ന പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. പിന്നെ നല്ലൊരു കളറും കിട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഒരു കളറിൽ ഇങ്ങനെ വരുമ്പോൾ. പിന്നെ ഇത് ഓരോ കണ്ടെയ്നേഴ്സും 800 ml ആണ് കേട്ടോ കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഇതിന്റെ പ്രൈസ് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 207 രൂപയായിരുന്നു കേട്ടോ. ഒരു 3 കണ്ടെയ്നറിനും കൂടി വരുന്ന പ്രൈസ്. പിന്നെ ഈ സ്റ്റിക്കർ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ഇതിൽ സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് ഏത് രീതിയിലാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ സ്റ്റിക്ക് ചെയ്യാം. ലിഡിൽ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, ഞാൻ അതല്ല കണ്ടെയ്നറിന്റെ പുറത്ത് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അങ്ങനെ കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ ഈ സ്റ്റിക്കർ ഇളകി പോകുന്നില്ല കേട്ടോ, പെട്ടെന്ന് നല്ല സ്റ്റിക്കായിട്ട് തന്നെ നിന്നോളും. ആ ഒരു രീതിയിലാണ് വരുന്നത്. അതിന്റെ പുറത്തൊരു കവർ ഉണ്ട്, അത് റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ടോ. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് നമുക്ക് കിട്ടുന്ന ടീ കോഫി ഷുഗറിന്റെ 3 കണ്ടെയ്നേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ചോദിച്ച ഒരു പ്രൊഡക്റ്റ് ആണിത്. അപ്പം പെട്ടെന്ന് വാങ്ങിച്ചോട്ടോ, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവണേ മുന്നേ തന്നെ. ഇനിയിപ്പോ അടുത്ത പ്രൊഡക്റ്റ് ഇത് 3 കാസ്ട്രോളിന്റെ ഒരു സെറ്റ് ആണ് കേട്ടോ. 3 സൈസസിലാണ് വരുന്നത്. ഏറ്റവും വലുത് ഇതാണ്, അതിന്റെ ചെറുത്, പിന്നെ അതിന്റെ ചെറുത്, അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഒരു
കാസ്ട്രോളിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളില് സ്റ്റീലൊക്കെ കൊടുത്തിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡിലൊക്കെയാണ് വരുന്നത്. പിന്നെ ലിഡ് പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. വാഷറോ എന്നുള്ള ലിഡല്ല, സാധാരണ ഒരു ലിഡാണ്. പക്ഷെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, ഊരി പോകുന്നൊന്നുമില്ല. പിന്നെ ഒരുപാട് വെയിറ്റ് ഒന്നുമില്ല. നമ്മൾ കാസ്ട്രോൾ എടുക്കുമ്പം നല്ല വെയിറ്റിലൊന്നും വരുന്നില്ല. പക്ഷെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ വരുന്നത്. മൂന്ന് സൈസാന്ന് പറഞ്ഞല്ലോ. വലുത് നമുക്ക് ചോറൊക്കെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. പിന്നെ അതിന്റെ താഴെയുള്ളത് കറി, പിന്നെ അതിന്റെ താഴെ തോരൻ അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസ്, അങ്ങനെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്താൽ വെക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്ന 3 കാസ്ട്രോളാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൈസ് 426 രൂപയായിരുന്നു കേട്ടോ ഈ 3 കൂടി വരുന്നത്. അപ്പൊ ആ ഒരു പ്രൈസിന് വേർത്താന്ന് തോന്നുന്നു. അത്ര തന്നെ കേട്ടോ. ഒരു ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു മിനിമൽ ആയിട്ടുള്ളൊരു കാസ്ട്രോള്. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് സെറാമിക്കിന്റെ കപ്പിന്റെ സെറ്റാണ് കേട്ടോ. അപ്പം ഇത് ഹാർഡ് പ്രിന്റിൽ വരുന്ന 6 കപ്പാണ് കേട്ടോ വരുന്നത്. സെറാമിക് നല്ല ക്വാളിറ്റിയിൽ വരുന്ന സെറാമിക് ആണ്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. പിന്നെ ഇതിന്റെ പ്രൈസ് ഞാൻ ആദ്യം തന്നെ പറയട്ടെ, 167 രൂപയായിരുന്നു കേട്ടോ. അപ്പൊ ആ പ്രൈസിനൊക്കെ എക്സ്ട്രാ വർത്തായുള്ള 6 സെറാമിക്കിന്റെ കപ്പുകളാണ് വരുന്നത്. കാണാനും നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഹാർഡ് പ്രിന്റിൽ വരുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയാണല്ലോ. അപ്പൊ ഇതിന്റെ ഭംഗി കണ്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. പക്ഷെങ്കിൽ പ്രൈസും ഭയങ്കര കുറവാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് അപേക്ഷിച്ച് നോക്കുമ്പോൾ പ്രൈസ് വളരെ കുറവാണ്. കാരണം 167 രൂപക്ക് 6 കപ്പാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ചായ കോഫിയൊക്കെ കുടിക്കാൻ പാകമായിട്ടുള്ള ഒരു സൈസിലാണ് കേട്ടോ വരുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല ക്വാളിറ്റിയിലാണ്, നല്ല ഫിനിഷിങ്ങിലാണ് കേട്ടോ വരുന്നത്. അപ്പൊ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ. എല്ലാ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിക്കോളുണ്ട്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മറന്നു പോണേ മുന്നേ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ കുറച്ചുകൂടി ആളിലേക്ക് അതെത്താൻ സഹായിക്കുക കേട്ടോ. അപ്പൊ കുറച്ചുകൂടി ആളിലേക്ക് എത്തുമ്പോൾ നല്ലതല്ലേ. അപ്പൊ അങ്ങനെ കേട്ടോ. ഇനിയിപ്പോ അടുത്ത പ്രൊഡക്റ്റ് ഇത് കുറച്ച് സ്ക്രബ്ബേഴ്സ് ആണ് കേട്ടോ. ഇത് 12 എണ്ണം വരുന്ന ഒരു സെറ്റ് ആയിരുന്നു. പിന്നെ ഞാന് ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ സെയിം ക്വാളിറ്റി തന്നെയാണ് നമ്മൾ മീഷോന്ന് വാങ്ങിക്കുമ്പോൾ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. പിന്നെ ഈ ഒരു ടൈപ്പില് എന്താ പറയാ, ഈ ഒരു സ്റ്റീലിന്റെ ഒരു സംഭവമൊക്കെ കൊടുത്തിട്ട് വരുന്ന ആ ഒരു ടൈപ്പ് സ്ക്രബ്ബർ ഇല്ലേ, അതാണ് കേട്ടോ. അപ്പൊ ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് 58 രൂപ അങ്ങനെ ഏതാണ്ട് ഉള്ളായിരുന്നു കേട്ടോ 12 എണ്ണത്തിന്. പക്ഷെ ഇപ്പം പ്രൈസ് കുറച്ച് കൂടിയിട്ടാണ് കാണുന്നത്, 85 രൂപയായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതിന് റേറ്റ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 85 രൂപയ്ക്ക് ഈ 12 എണ്ണം കിട്ടുക എന്ന് പറഞ്ഞത് ലാഭമാണ് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.